നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ഇതുവരെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ നോക്കാം. ആദ്യ വാർത്തയിലേക്ക്. കേരള മുഖ്യമന്ത്രി ആര് എന്നതിൽ തീരുമാനം നീളും. ഡൽഹിയിൽ 3 മണിക്കൂർ നീണ്ട ചർച്ചയിലും സമവായമായില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അവകാശവാദത്തിൽ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഉറച്ചുനിന്നു. അണുനയ നീക്കങ്ങൾക്ക് നേതാക്കൾ വഴങ്ങാതായതോടെ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നീട്ടിവെക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ആരെന്നറിയാൻ രാഷ്ട്രീയ കേരളവും കോൺഗ്രസ് അണികളും പകൽ മുഴുവൻ ഡൽഹിയിലെ കുറ്റുനോക്കിയെങ്കിലും തീരുമാനമായില്ല. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തീരുമാനമെടുക്കുമെന്ന് ചർച്ചകൾക്ക് ശേഷം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി. Very soon, I think in due time, we will get a final decision by our High Command, and we are waiting for that. Today itself? Today or tomorrow? In due time. Because today How many time it will take? Due means? Due time is 23rd is the last day. വൈകിട്ട് 4-ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന കൂടിക്കാഴ്ച 3 മണിക്കൂർ നീണ്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദത്തിൽ 3 നേതാക്കളും ഉറച്ചുനിന്നു. നിയുക്ത MLA-മാരുടെ പിന്തുണ ചൂണ്ടിക്കാട്ടി പിന്നോട്ടില്ലെന്ന നിലപാടിൽ KC വേണുഗോപാൽ. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന കടുത്ത നിലപാടിൽ VD സതീശൻ. അനുഭവ പരിചയം എടുത്തു പറഞ്ഞ് രമേശ് ചെന്നിത്തലയും. അനുനയ നീക്കങ്ങൾക്ക് നേതാക്കൾ വഴങ്ങാതായതോടെ തീരുമാനം നീട്ടി. ഹൈക്കമാൻഡിന് ഒരു പ്രൊസീജിയർ, ഒരു പ്രോസസ് ഉണ്ട്. ഏത് സ്ഥലത്താണ് ഇത്രയും വേഗത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? ഏത് സ്റ്റേറ്റിലാണ് നടന്നത്? ഏത് പാർട്ടിയുടെ അതിലാണ് ഇത്രയും സ്പീഡായിട്ട് ഈ പ്രോസസ്സ് നടന്നിരിക്കുന്നത്? നിങ്ങൾ അസ്വസ്ഥരായില്ല. അതായത് ഒരു പാർട്ടിയുടെയും ഇത്ര വേഗത്തിലും ഇത്ര സ്പീഡിലും ഈ പ്രൊസീജിയർ നടന്നിട്ടില്ല. നേതാക്കളെ പുകഴ്ത്തിയും ഇകഴ്ത്തിയുമുള്ള പ്രചരണങ്ങളിലെ അതൃപ്തി ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിച്ചെന്നാണ് വിവരം. മുഖ്യമന്ത്രി പ്രഖ്യാപനം എന്നുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വ്യക്തമാക്കിയില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ AICC പ്രസിഡന്റും രാഹുൽജിയും എടുക്കുന്ന തീരുമാനം എല്ലാവരും ഏകസ്വരത്തിൽ അംഗീകരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കാര്യത്തിൽ ഡൽഹിയിലെ ചർച്ചകൾ ഇതോടെ പൂർത്തിയായി. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് നേതാക്കൾ നേതൃത്വത്തിന് ഉറപ്പു നൽകിയെന്നാണ് സൂചന. സോണിയാഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും പ്രഖ്യാപനം. 24 ഡൽഹി. മുഖ്യമന്ത്രി ചർച്ചകൾ അനിശ്ചിതമായി നീളുമ്പോൾ നേതാക്കൾക്കായി തെരുവിൽ പ്രകടനങ്ങൾ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ. ഡൽഹിയിൽ ചർച്ചകൾ തുടരുന്നതിനിടയിലും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് പ്രകടനങ്ങൾ നടന്നു. നേതാക്കളുടെ സംയുക്ത ആഹ്വാനത്തിന് പിന്നാലെ ഫ്ലക്സ് ബോർഡുകൾ പ്രവർത്തകർ നീക്കി തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ നേതാക്കളുടെ മാരത്തൺ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലായിരുന്നു. കോഴിക്കോട് ഉള്ളിയേരിയയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിന് പിന്നാലെ പ്രവർത്തകർ പ്രകടനം നടത്തി. ഇടുക്കി അടിമാലിയിൽ VD സതീശനായി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ ധർണയിൽ ജനപ്രതിനിധികളടക്കം പങ്കെടുത്തു. കണ്ണൂർ പാനൂരിലും VD സതീശനെ അനുകൂലിച്ച ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രകടനം നടത്തി. കണ്ണൂരിലെ ഇരട്ടിയിൽ VD സതീശനായി കോൺഗ്രസ് പ്രവർത്തകന്റെ ശയന പ്രദക്ഷിണം. മലപ്പുറം നിലമ്പൂരിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടന്നു. പ്രകടനങ്ങളും ഫ്ലക്സ് യുദ്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന നേതാക്കളുടെ ഒരുമിച്ചുള്ള ആഹ്വാനം. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത്. എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇന്നു മുതൽ വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളോ ജാഥകളോ ഒന്നും നടത്താതിരിക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന എല്ലാ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. പിന്നാലെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ പ്രവർത്തകർ നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് നാളെ അറിയാം. ഡൽഹിയിൽ ചേരുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാണ് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. പ്രതിപക്ഷ നേതാവിനെ ഉടൻ അറിയാമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ മുങ്ങിപ്പോയെങ്കിലും പുതിയ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതിനായി CPIM-ലും കരുനീക്കങ്ങൾ സജീവമാണ്.
കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃതലത്തിൽ തലമുറ മാറ്റം വേണമെന്നാണ് CPIMലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ദുർബലമായ പ്രതിപക്ഷത്തെ കരുത്തോടെ നയിക്കാൻ പിണറായി വിജയൻ തന്നെ നേതാവായി വരണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. പിണറായിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചില്ലെങ്കിൽ എതിർ നീക്കങ്ങളെ പ്രതിരോധിക്കാനാവില്ലെന്ന വാദവും ഇക്കൂട്ടർ ഉയർത്തുന്നുണ്ട്. നാളെ നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്നതിൽ തീരുമാനമുണ്ടാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പാർട്ടിയിൽ പുതിയ നേതൃത്വം വേണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ഇക്കാര്യത്തിൽ ജനറൽ സെക്രട്ടറി MA ബേബി സ്വീകരിക്കുന്ന സമീപനമാകും നിർണായകമാകുക. 24 തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ LDFൽ പൊട്ടിത്തെറി. CPIക്ക് പിന്നാലെ CPIMനെ രൂക്ഷമായി വിമർശിച്ച് കേരള കോൺഗ്രസ് എം രംഗത്തെത്തി. സർക്കാരിന് ജനകീയ മുഖമുണ്ടായില്ലെന്നും CPIM ക്രോസ് വോട്ട് ചെയ്തുവെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കുറ്റപ്പെടുത്തി. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം. തോൽവിയെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകളാണ് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടന്നത്. പാർട്ടി മത്സരിച്ച് എല്ലാ മേഖലയിൽ നിന്നും നേതാക്കൾ എത്തിയിരുന്നു. ഇവിടെയെല്ലാം CPIM പ്രവർത്തകരുടെ വോട്ട് ലഭിച്ചില്ല എന്നാണ് വിലയിരുത്തൽ. പലയിടത്തും ക്രോസ് വോട്ടിംഗ് തന്നെ നടന്നുവെന്ന് യോഗത്തിന് ശേഷം ചെയർമാൻ ജോസ് കെ മാണി. CPMന്റെ അണികളുടെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇവിടെ ചർച്ചയിൽ വന്നിട്ടുള്ളത്. പാർട്ടി അണികൾ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയാണെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് അതെന്താന്നുള്ളത് CPM തന്നെ വിലയിരുത്തേണ്ടതാണ്. ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ മാസം അവസാനം സമർപ്പിക്കാനുമാണ് തീരുമാനം. സർക്കാരിന്റെ വികസനം കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചില്ല എന്ന വിമർശനവും ഉയർന്നു. വികസന കാര്യത്തിൽ ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല, ഇന്ന വികസനം നടത്തിയില്ലെന്നോ അല്ലെങ്കിൽ നടത്തിയത് കുറഞ്ഞു പോയെന്നോ ഒന്നുമില്ല. വികസനങ്ങൾ നടത്തിയ, പക്ഷെ വികസനം അത് ഏത് ക്ഷേമ പെൻഷനാകട്ടെ അതൊക്കെ കൃത്യമായി അങ്ങ് നടത്തിയ ഒരു എക്സിക്യൂട്ടീവ് രീതിയിലേക്ക് പോയതിനപ്പുറത്തേക്ക് അത് ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ പൂർണ്ണമായി കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ റോഷി അഗസ്റ്റിനെതിരെയും പ്രമോദ് നാരായണനെതിരെയും വിമർശനം ഉയർന്നു. തുടരും പോസ്റ്റിട്ടത് തിരിച്ചടിയായെന്നായിരുന്നു വിമർശനം. ജോസഫ് വിഭാഗം UDF തരംഗത്തിൽ വിജയിച്ചതാണെന്നും ഇവരുടെ ക്ഷണം പരിഹാസത്തിന്റെ ഭാഗമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. 24 കോട്ടയം. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി അധികാരമേറ്റു. ദിലീപ് ഘോഷും അഗ്നിമിത്ര പോളും അടക്കം 5 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും NDA മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത ചടങ്ങ് NDAയുടെ ശക്തി പ്രകടനമായി. শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি. ബംഗാളിൽ യുഗപ്പിറവി. ശ്യാമപ്രസാദ് മുഖർജിയുടെ ബംഗാളിൽ BJPയുടെ ആദ്യ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. BJPയെ തെരഞ്ഞെടുപ്പിൽ നയിച്ച മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ തോൽപ്പിച്ച സുവേന്ദു അധികാരി ആദ്യ BJP മുഖ്യമന്ത്രി. മുതിർന്ന BJP നേതാവ് ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, കേന്ദ്രമന്ത്രിയായിരുന്ന നിസിത് പ്രാമാണിക്, അശോക് കിർത്താനിയ, ക്ഷുദ്റാം ടുഡു എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റു മന്ത്രിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ അങ്ങനെ VVIPകളുടെ ഒരു നീണ്ട നിര വേദിയിലുണ്ടായിരുന്നു. 98-കാരനായ BJP പ്രവർത്തകൻ മഖൻലാൽ സർക്കാരിനെ പ്രധാനമന്ത്രി പൊന്നാടയണിയിച്ച് കാൽ തൊട്ട് വന്ദിച്ചു. ശ്യാമപ്രസാദ് മുഖർജിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് മഖൻലാൽ സർക്കാർ. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്ത മമതാ ബാനർജി ഇതുവരെ ലോക്ഭവനിലേക്ക് എത്തുകയോ രാജി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതോടെ മമതാ സർക്കാരിന്റെ ഭരണം ഔദ്യോഗികമായി അവസാനിച്ചു. ബംഗ്ലാദേശി കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളിലാണ് താൻ ആദ്യം ശ്രദ്ധ ചെലുത്തുകയെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് സുവേന്ദു അധികാരി. കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിൽ ഉടനെ തന്നെ ചില നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി N രംഗസ്വാമി ഈ മാസം 13-ന് സത്യപ്രതിജ്ഞ ചെയ്യും. NDAയുടെ നിയമസഭ കക്ഷി നേതാവായി N രംഗസ്വാമിയെ തിരഞ്ഞെടുത്തു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, പുതുച്ചേരിയിൽ അങ്ങനെ പുതിയ മന്ത്രിസഭ ഉണ്ടാകുന്നു, അതിന്റെ വിശദാംശങ്ങൾ. പ്രജിൻ, രണ്ടാം തവണ, അതായത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇപ്പോൾ N രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. NR കോൺഗ്രസ് NDA സഖ്യത്തിലാണ്, NR കോൺഗ്രസ് നേതൃത്വത്തിൽ NDA സഖ്യത്തിലാണ് അവിടെ മത്സരങ്ങൾ നടന്നത്. എന്തായാലും 30 സീറ്റുകളിൽ 18 സീറ്റുകളുടെ ഭൂരിപക്ഷം, അതായത് NR കോൺഗ്രസും BJPയും LJKയും അതുപോലെ തന്നെ അണ്ണാ DMKയും അവരുടെ സഖ്യമായിരുന്നു പുതുച്ചേരിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 18 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ്, 30 അവിടെയുള്ള ആകെ സീറ്റുകൾ, 18 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് എന്തായാലും പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇന്നിപ്പോൾ NDA യോഗം ചേർന്ന് N രംഗസ്വാമിയെ
നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 13-നാണ് അവിടെ സത്യപ്രതിജ്ഞ നടക്കുക, സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. പ്രമുഖ നേതാക്കൾ, ദേശീയ നേതാക്കളെല്ലാം പുതുച്ചേരിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ ഇനി ദളപതി ഭരണം. പിന്തുണയുടെ കാര്യത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ഉണ്ടായെങ്കിലും ഒടുവിൽ VCKയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയോടെയാണ് വിജയ് തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയാകുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും സൂപ്പർ ക്ലൈമാക്സും കടന്നാണ് വിജയ് തമിഴ്നാട് ഭരിക്കാൻ ഒരുങ്ങുന്നത്. 2 ദ്രാവിഡ മുന്നണികൾക്കെതിരെ മത്സരിച്ച 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും ഭരണത്തിലെത്താൻ അത് മതിയാകാതെ വന്നു. 116 സീറ്റുകളിലെത്തിയെങ്കിലും 2 സീറ്റുകൾക്കായി വീണ്ടും കാത്തിരിപ്പ്. ഒടുവിൽ VCKയും മുസ്ലിം ലീഗും പിന്തുണ പ്രഖ്യാപിച്ചു. ആകെ സീറ്റുകൾ 120. യഥാർത്ഥ ജനനായകൻ വിജയ് ഇനി സെന്റ് ജോർജ് കോട്ടയിലേക്ക്. വിജയ് മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. പരിചയക്കുറവിന്റെ പ്രശ്നങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നു. എങ്കിലും C. ജോസഫ് വിജയിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾ. வந்திருக்காரு, பரவாயில்ல, இனிமேல் நல்லா செய்வார் தான் நினைக்கிறோம். நல்லதே நடக்கும், நல்லா செய்வார். கட்டாயம் வரணும் சார். ஏன்னா மக்களால் தேர்ந்தெடுக்கப்பட்டவர் அவர். 1.5 கோடி மக்கள் அவரை தேர்ந்தெடுத்திருக்காங்க. கட்டாயம் அவர் ஆட்சி அமைக்கணும். எல்லா கூட்டணி கட்சிகளும் ஒரு சப்போர்ட் பண்ணணும்னு நினைக்கிறோம். பண்ணுவாங்க. கட்டாயம் ஒரு ஆட்சி அமைக்கணும். புது ஆட்சி நாங்கள் எதிர்பார்க்குறோம். 2 മണിക്കൂർ നേരം ഗവർണറും വിജയും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടു. 13-നകം TVK സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു. ദിവസങ്ങൾ നീണ്ട ആശങ്കയും അനിശ്ചിതത്വവും, ട്വിസ്റ്റുകളും ക്ലൈമാക്സുകളും വേറെയും. ഏറ്റവും ഒടുവിൽ തമിഴ്നാടിന്റെ യഥാർത്ഥ ജനനായകനായി C. ജോസഫ് വിജയ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ചെന്നൈയിലെ ലോക്ഭവന് മുമ്പിൽ നിന്ന് ശ്രീകാന്ത് ഗൗരിശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുന്നു. ഇപ്പോൾ വരുന്ന ഒരു വെതർ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ പ്രവചനം വന്നിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണ്ടെത്തൽ. അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനവും മഴയ്ക്ക് കാരണമാകും. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മേഘന, ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ചക്രവാത ചുഴിയുണ്ട്, ഒപ്പം ന്യൂനമർദ്ദ സാധ്യതയുമുണ്ട് എന്നാണ് പുതിയ അറിയിപ്പ്. വിശദാംശങ്ങൾ. മാന്നാർ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള ശ്രീലങ്കയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകുന്നത്. വരുന്ന 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും ഇടയിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതും മഴയ്ക്ക് കാരണമാകാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെയ് 9 മുതൽ, അതായത് ഇന്നു മുതൽ 13 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്ന് കേരള കർണാടക തീരങ്ങളിൽ ഈ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുപോലെ തന്നെ നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയിലാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും വരുന്ന 3 മണിക്കൂർ രാത്രി വൈകിയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി പറയുന്നത്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ട്രെയിനിൽ വെച്ച് 6 വയസ്സുകാരിക്ക് നേരെ ക്രൂരമായ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി അറസ്റ്റിലായി. കൊല്ലം സ്വദേശി 40-കാരനായ സാനിഷാണ് അറസ്റ്റിലായത്. തെങ്കാശിയിൽ നിന്ന് തീർത്ഥാടനത്തിന് കുടുംബത്തോടൊപ്പം എത്തിയ കുട്ടിയാണ് ആക്രമണത്തിന് ഇരയായത്. കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് പോവുകയായിരുന്ന പാലരുവി എക്സ്പ്രസിൽ വെച്ചായിരുന്നു ഈ അതിക്രമം. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയ കുടുംബം എടത്താൾ പള്ളി സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു. കുട്ടി ഉൾപ്പെടുന്ന തമിഴ് കുടുംബം പാലരുവി എക്സ്പ്രസിൽ മടങ്ങവെയാണ് 6 വയസ്സുകാരി അതിക്രമം നേരിട്ടത്. ട്രെയിനിൽ വെച്ച് കുട്ടി ക്രൂരമായി ലൈംഗികാതിക്രമത്തിന് ഇരയായി. ജനറൽ കമ്പാർട്ട്മെന്റിൽ മുത്തശ്ശനൊപ്പം നിലത്ത് കിടക്കുകയായിരുന്നു കുട്ടി. ഈ സമയം ഇവിടേക്ക് വന്ന കൊല്ലം സ്വദേശി സാനിഷ് ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെ ആരുമറിയാതെ എടുത്ത് സ്വന്തം സീറ്റിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു.
തുടർന്ന് സമീപത്തുണ്ടായിരുന്ന സ്ത്രീ അത് കാണുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പുനലൂർ റെയിൽവേ പോലീസ് പ്രതിയെ പിടികൂടി. കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിൽ അപ്പൂപ്പന്റെ കൂടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇയാൾ ആംഗിൾ തൊട്ടടുത്ത് വന്ന് എടുത്തിട്ട് അയാളുടെ സീറ്റിലേക്ക് പോവുകയും ഈ കുട്ടിയെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇത് തൊട്ടടുത്ത സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ കണ്ടു. അവർ അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്കെതിരെ മറ്റ് 3 കേസുകൾ കൂടിയുള്ളതായി പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. പത്തനംതിട്ടയിൽ 28-കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ. യുവതിയുടെ അയൽവാസിയായ ഡ്രൈവറാണ് അറസ്റ്റിലായത്. ഓട്ടോറിക്ഷയിൽ കയറിയ യുവതിയെ ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇന്നലെ രാത്രിയോടെയാണ് പ്രതി വിനോദിനെ അടൂർ പോലീസ് പിടികൂടിയത്. നഗ്ന ഫോട്ടോകൾ കാണിച്ച് പലതവണ പല സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. വിവാഹ വാഗ്ദാനം നൽകിയും 3 കുട്ടികളുടെ അമ്മയായ യുവതിയെ പീഡനത്തിന് ഇരയാക്കി എന്നായിരുന്നു പരാതി. ആദ്യഘട്ടത്തിൽ പോലീസ് ഗൗരവത്തിൽ പരാതി സ്വീകരിച്ചില്ലെന്ന് യുവതി ആരോപണമുന്നയിച്ചിരുന്നു. സംഭവം വാർത്തയായതിനു പിന്നാലെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ഓട്ടോ ഓടിക്കുന്നതിനൊപ്പം പത്തനംതിട്ട മിൽമ യൂണിറ്റിലെ BMS യൂണിയൻ നേതാവുമാണ് പ്രതി. വിനോദ് നേരത്തെയും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 24 പത്തനംതിട്ട. വാർത്താമഴ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യ തലസ്ഥാനത്ത് കനത്ത ജാഗ്രത. പരിശോധനകൾ ഡൽഹി പോലീസ് കർശനമാക്കിയിരിക്കുകയാണ്. IED സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തന്ത്രപ്രധാന മേഖലകളും തിരക്കേറിയിടങ്ങളും സുരക്ഷാ പോലീസിന്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, പൊടുന്നനെയുണ്ടായ ഇത്തരം ഒരു മുന്നറിയിപ്പ് അത് ഏത് കോണിൽ നിന്നാണ്? അത്തരം വിശദാംശങ്ങളുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിൽ നിന്നും? പ്രസിഡന്റ് ഡൽഹിയിൽ തുടർ IED സ്ഫോടനങ്ങൾക്കുള്ള തീവ്രവാദികളുടെ ഒരു ശ്രമത്തെ പറ്റിയാണ്, ഒരു പദ്ധതിയെ പറ്റിയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഡൽഹി പോലീസിനും മറ്റ് സുരക്ഷാ വിഭാഗങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതീവ ജാഗ്രത രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹരിയാന അതിർത്തിയിൽ നിന്ന് ലഖ്നൌ ATS 9 പേരടങ്ങുന്ന ഒരു ഭീകര സംഘത്തെ പിടികൂടിയിരുന്നു. അവർ നേരിട്ട് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയായിട്ടുള്ള ISIക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ ഹരിയാനയിലും ഡൽഹിയിലും പ്രധാനപ്പെട്ട സൈനിക ക്യാമ്പുകളും അതുപോലെ ക്ഷേത്രങ്ങളും തന്ത്രപ്രധാന മേഖലകളും ലക്ഷ്യം വെച്ചിരുന്നു. അവരെ ചോദ്യം ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾ ലഭിച്ചതും പിന്നീട് ആ വിവരം പോലീസിനും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ സുരക്ഷാ ഏജൻസികൾക്കും എല്ലാം തന്നെ കൈമാറിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. തന്ത്രപ്രധാന മേഖലകളും അതുപോലെ തന്നെ കൂടുതൽ തിരക്കുള്ള ഇടങ്ങളും ഇപ്പോൾ വലിയ സുരക്ഷാ വലയത്തിലാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.